മാഗീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തെ. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ വീഡിയോ ഇടുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളും വിട്ട് വന്നാല് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്ത ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാല് ഇത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോ പിന്നെ ഇങ്ങനെ വഴറ്റിയാൽ മതി കേട്ടാ. ഇങ്ങനെ ഇത്രയും വഴറ്റുക. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇത് തണിയട്ടെ. ആ പഴം നല്ലോണം വഴറ്റി നെയ്യിലാണേ വഴറ്റല്. നെയ്യിൽ വഴറ്റിയെടുത്ത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് അലുവയാക്കുന്ന പോലെ തന്നെ ഒന്ന് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് നല്ലോണം വരട്ടിയെടുത്തിട്ട് വരാം. നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ആ പഴം അരച്ചത് നമ്മൾ ഒന്നും കൂടി ഉരുളിയിലിട്ടിട്ട് നല്ലോണം അലുവ പോലെ ആക്കിയെടുക്കുക. ഇത് 4 മണിക്കെല്ലാം കുട്ടികൾ വരും മുന്നേ ഒരു പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്നാക്സ് എല്ലാം ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. ബേക്കറിയിൽ നിന്ന് അതും ഇതും വാങ്ങി കൊടുക്കുന്നതിനേക്കാണ് ഏറ്റവും നല്ലൊരു സംഭവം ഇത്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ഈ പരുവത്തിലെടുത്ത് അതിന് ശേഷം നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് തണിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക. അന്നേരം നല്ല കട്ടി പോലെയാവും. അതിന് ശേഷം മുറിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാവരും ഇതാക്കി നോക്കണേ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു സ്ക്വയർ മോഡലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം വെള്ള എള്ളുണ്ടല്ലോ, അതിങ്ങനെ തൂവി കൊടുക്കുക. കുറച്ച് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ഇതേപോലെ ചെയ്ത് കുട്ടികൾ വരുമ്പോൾ
മുറിച്ച് നല്ലൊരു പിന്നെ സ്നാക്സാണ് ആക്കിയിട്ട് കൊടുത്തു നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വിജയിപ്പിക്കുക. ഞാൻ പിന്നെ ഒരുപാട് ഇപ്പൊ ഈ വീഡിയോയിൽ ഇങ്ങനെ പിടിക്കുമ്പോന്ന് വെച്ചാൽ ഒരുപാട് സാമ്പത്തികം വേണം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൊണ്ട് വീഡിയോ കുറച്ച് വൈകി പോകുന്നതാണ്. അപ്പൊ ചെറിയ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.